So good morning. Today we are going to discuss about the remaining equality articles. So in the last video, we have discussed Article 14 and Article 15. So today we are going to discuss Article 16, 17 and 18. Okay. അപ്പോൾ നമ്മൾ പാർട്ട് 3-ലെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആദ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ച് ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ പറയുന്നുണ്ട്. So these are the articles which empowers equality among Indian citizens. അപ്പൊ അതിൽ നമ്മൾ ആർട്ടിക്കിൾ 14 പറഞ്ഞ എന്താണ്? ഇക്വാലിറ്റി ബിഫോർ ലോ and equal protection of law. Then Article 15 പറഞ്ഞ എന്താണ്? Right against to discrimination on certain grounds like sex, race, place of birth, caste, religion, like that. അപ്പൊ ഈ രണ്ട് ആർട്ടിക്കിൾ ആണ് നമ്മൾ പഠിച്ചത്. ആർട്ടിക്കിൾ 15 കേസിൽ നമ്മൾ അതിന്റെ ഒരുപാട് അമെൻമെന്റ്സുകൾ പഠിച്ചു. ആദ്യമായിട്ട് ആർട്ടിക്കിൾ 15 ഫസ്റ്റ് അമെൻമെന്റ് 1951 ചെയ്തത് നമ്മൾ പറഞ്ഞു. ദെൻ പിന്നെ 2005 93rd അമെൻമെന്റിൽ വന്ന ആർട്ടിക്കിൾ പറഞ്ഞു. ദെൻ പിന്നെ നമ്മള് 2019 വന്ന അമെൻമെന്റ് EWS എക്കണോമിക്കൽ വീക്കർ സെക്ഷൻസ് ആ ഒരു ഇതും പറഞ്ഞു. അപ്പൊ ഇതെല്ലാം നമ്മൾ ആർട്ടിക്കിൾ 15 നോക്കി. ഇനി നമ്മൾ ആർട്ടിക്കിൾ 16 പോവാണ്. സോ നമ്മൾ സിറ്റിസൺഷിപ്പ് പഠിച്ചപ്പോ ആർട്ടിക്കിൾ 16 കുറിച്ച് പറഞ്ഞിരുന്നു. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ് ആണ് ആർട്ടിക്കിൾ 16. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ് അതാണ് ആർട്ടിക്കിൾ 16. അതായത് നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 16. ഒരു പബ്ലിക് എംപ്ലോയ്മെന്റിന് എല്ലാ പേർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 16. ഈ ആർട്ടിക്കിൾ 16 പറയുന്നു നോ സിറ്റിസൺ ഷാൽ ബി ഡിസ്ക്രിമിനേറ്റഡ് അഗൈൻസ്റ്റ് ഓർ ബി ഇൻഎലിജിബിൾ ഫോർ എനി employment or office under the state on grounds of only religion, race. അതായത് നമ്മൾ ആർട്ടിക്കിൾ 15 പറഞ്ഞ സാധനങ്ങൾ തന്നെ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, റെസിഡൻസ്, ഡിസെന്റ് ഇതൊന്നും വെച്ച് ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും ആർക്കും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് എന്ത് ആർട്ടിക്കിൾ 16. പക്ഷെ ഈ ആർട്ടിക്കിൾ 16 കേൾക്കുമ്പോ നമുക്ക് തോന്നുന്ന കുറച്ച് സംശയങ്ങളുണ്ട്. ഇപ്പോ നമ്മൾ ചില ജോലിക്ക് ഇപ്പൊ സംടൈംസ് കേരളയില് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ മലയാളം പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മള് ചില കാറ്റഗറിയുള്ള ആൾക്കാർക്ക് മാത്രമേ വേക്കൻസി ഉള്ളൂ. ഇപ്പോ നമ്മൾ NCA എന്നൊക്കെ പറഞ്ഞ് PSC നോക്കിയാൽ അത് ചില കാസ്റ്റുകൾക്ക് മാത്രമുള്ള വേക്കൻസി ആയിരിക്കും. അപ്പൊ അതൊരു ഡിസ്ക്രിമിനേഷൻ അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കാം. അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മുടെ പബ്ലിക് എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ചേഞ്ച് പറയുന്നുണ്ട്. 16 തന്നെ പറയുന്നുണ്ട്. 16(3) പറയുന്നുണ്ട് Parliament can prescribe residence as a condition for certain classes of employment. Parliament can prescribe residence as a condition for certain classes of employment. ചില എംപ്ലോയ്മെന്റിന് റെസിഡൻസിനെ പ്രിസ്ക്രൈബ് ചെയ്യാം. ആർക്ക്? പാർലമെന്റിന്. അത് 16(3) പറയുന്നുണ്ട്. അപ്പൊ അതൊരു എക്സെപ്ഷൻ ആണ്. ഈ റൂൾ ഓഫ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നതിൽ ഒരു എക്സെപ്ഷൻ ആണ് 16(3) ആർട്ടിക്കിളിൽ പറയുന്നത്. 16(1) ഉം 16(2) ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. 16(3) പറയുന്നത്
Parliament can prescribe residence as a condition for certain classes of employment or appointment in a state. So, അപ്പോ അങ്ങനെ പറയുന്നു. ഇപ്പൊ നമുക്കറിയാം ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അവർക്കൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് എന്തുണ്ട്, ചില ജോലികൾക്ക് അവർക്ക് ഓപ്പർച്യൂണിറ്റി കൂടുതലുണ്ട്. അതുപോലെ നമ്മളൊരു എക്സാം നടത്തിയാൽ കട്ട് ഓഫ് മാർക്ക് ഈ കാറ്റഗറിയിലുള്ളവർക്ക് കുറവായിരിക്കും. ഇതെല്ലാം ഡിസ്ക്രിമിനേഷൻ അല്ലേ, ഇത് ആർട്ടിക്കിൾ 16 വയലേഷൻ അല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു കേസില് അവിടെയും ഒരു വ്യത്യസ്തത ഉണ്ട്. 16(5) 16(3) പറഞ്ഞത് പാർലമെന്റിന് റെസിഡൻസ് വെച്ചിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം എന്നൊരു അധികാരമുണ്ട്. 16(5) പറയുന്നു offices connected with the religious or denominated institution may be reserved for members professing the particular region or belonging to the particular denomination to which the institution relates. അതായത് റിലീജിയസ് ഓഫീസസില്, ചില റിലീജിയസ് ആയ ഓഫീസസില് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാൻ റിലീജിയൻ സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്യാം എന്ന് ആർട്ടിക്കിൾ 16(5) പറയുന്നു. And Article 16(4) പറയുന്നുണ്ട് discretionary power on the state to make reservation if required, but it confers no constitutional right upon the members of Parliament. അതായത് ഒരു സ്റ്റേറ്റിന് ഡിസ്ക്രിഷണറി പവർ ഉണ്ട്, റിസർവേഷൻ കൊടുക്കാനുള്ള ഡിസ്ക്രിഷണറി പവർ ഒരു സ്റ്റേറ്റിനുണ്ട് എന്ന് 16(4) പറഞ്ഞു. അപ്പോ 16(1) and 2 ആണ് നമ്മൾ കണ്ടത്. 16(3) പാർലമെന്റ് ക്യാൻ ടേക്ക് ഡിസിഷൻ എന്ന് പറയുന്നുണ്ട് ഓൺ ദ കേസ് ഓഫ് റിസർവേഷൻ. 16(4) പറയുന്നുണ്ട് സ്റ്റേറ്റ് ക്യാൻ ഹാവ് ഡിസ്ക്രിഷണറി പവർ ഓൺ ദിസ് ടു മേക്ക് റിസർവേഷൻ എന്ന് പറയുന്നുണ്ട്. ആൻഡ് 16(5) പറയുന്നുണ്ട് റിലീജിയസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസസില് സർട്ടൺ റിലീജിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഓപ്പർച്യൂണിറ്റി കൊടുക്കാം എന്നും പറയുന്നുണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 16. നമുക്ക് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ PPT എഴുതാത്തതിന് കാരണം ആർട്ടിക്കിൾ 16 ഒന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാറില്ല. ആർട്ടിക്കിൾ 16 ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ് എന്നുള്ള ഒരു കാര്യം മാത്രം ഓർത്തു വെക്കാൻ ശ്രമിക്കും. ഇതുമായിട്ട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനാണ്. മണ്ഡൽ കമ്മീഷൻ. ഈ മണ്ഡൽ കമ്മീഷൻ ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. താല്പര്യമുള്ളവര് ഈ ആർട്ടിക്കിൾ 16 ചേർന്ന് മണ്ഡൽ കമ്മീഷനെ കുറിച്ച് ഒന്ന് വായിച്ചു നോക്കുക. MANDAL കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. 1979 മൊറാർജി ദേശായി ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ ആണ് ഈ മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഹെഡ് ആയിരുന്നു BP മണ്ഡൽ. 1979 മൊറാർജി ദേശായി ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മീഷൻ ആയിരുന്നു മണ്ഡൽ കമ്മീഷൻ. ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ ആണ്. സോ BP മണ്ഡൽ എന്നാണ് അയാളുടെ പേര്. അദ്ദേഹം ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരുന്നു. അയാളാണ് ഈ കമ്മീഷന്റെ ഹെഡ് ആയിരുന്നത്. ആ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് റിസർവേഷൻ നോട്ട്സ് ഒക്കെ വന്നത്. സോ ആ കമ്മീഷനെ കുറിച്ച് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമെങ്കിൽ വായിക്കും. Then Article 70. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഗാന്ധിജിയുടെ ആഗ്രഹപ്രകാരം വന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 70. ദാറ്റ് ഈസ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ശരിക്കും പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ആർട്ടിക്കിൾ ആണ് ഇത്. ഇന്ത്യൻ സിറ്റിസന് മാത്രമല്ല, ഏലിയൻസ്, ഫോറിനേഴ്സ്, ആർക്കാണെങ്കിലും ഈ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 17 is very very important. ശരിക്കും ഈ അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന സാധനത്തെ അബോളിഷ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന്റെ പണിഷ്മെന്റുകളെ കുറിച്ച് അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി ഒഫൻസസിനെ കുറിച്ച്, what the punishment we have to give and what are the offenses under untouchability. ശരിക്കും ഈ അൺടച്ചബിലിറ്റി എന്നൊരു വേർഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട് എന്നല്ലാതെ
there is no definition for untouchability. എന്താണ് അൺടച്ചബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അൺടച്ചബിലിറ്റിയെ കുറിച്ച് പറയാത്തത് കൊണ്ട് തന്നെ 1955 അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് നിലവിൽ വന്നു. അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് വന്നു. പാർലമെന്റ് പാസാക്കിയ ഒരു ആക്ട് ആണ് 1955 അൺടച്ചബിലിറ്റി ഒഫൻസസ്. സോ ഈ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് പിന്നീട് 1976 മുതൽ അത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 1976 മുതൽ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നറിയാൻ തുടങ്ങി. ഇപ്പോ ആ ആക്ട് അറിയപ്പെടുന്ന പേര് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ആക്ട്. ആർട്ടിക്കിൾ 17 സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന ആക്ട് ആണ് 1955 അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട്. അതിന്റെ പേര് മാത്രമാണ് 1976 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നാക്കിയത്. എന്തിനാണ് ഈ ആക്ട് വന്നതെന്ന് ചോദിച്ചാൽ, അൺടച്ചബിലിറ്റി എന്നൊരു ടേമിന് ഒരു മീനിങ് ഇല്ല, അല്ലെങ്കിൽ അത് എന്താണ് എന്ന് ഒരിക്കലും ഒരിടത്തും എഴുതി വച്ചിട്ടില്ല. അതാണ് ഈ ഒരു ആക്ട് വരാനുള്ള കാരണം. സോ ഈ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 ശരിക്കും പറയുന്നത്, എന്തെങ്കിലും ഒഫൻസസ് കമ്മിറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് untouchability are punishable either by imprison up to 6 months or by fine up to 500 or both. അതായത് ഈ ആക്ടിൽ പറയുന്നത് ഏതെങ്കിലും ഒരു ഒഫൻസ്, നമ്മൾ താഴെ പറയുന്ന കുറെ ഒഫൻസസ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു ഒഫൻസിൽ കൊടുക്കേണ്ട പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ 6 മാസം ഇംപ്രിസൺമെന്റ്, പിന്നെ 500 രൂപ പിഴ, അല്ലെങ്കിൽ ഇത് രണ്ടും എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. സോറി, ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആർട്ടിക്കിൾ 17 കൂടെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്നാണ് പറയേണ്ടത്, കാരണം ആ ആക്ട് വന്നത് 1955 തന്നെയാണ്. പേര് മാത്രമാണ് 1976 മാറ്റുന്നത്. സോ ഒഫൻസസ് എന്തൊക്കെയാണ് അൺടച്ചബിലിറ്റി ഒഫൻസ്? ഒന്ന്, preventing any person from entering any place of public worship or from worshipping therein. അതായത് എവിടെയെങ്കിലും ഒരിടത്ത് വേർഷിപ്പ് നടത്താൻ ഒരാളെ പ്രിവെന്റ് ചെയ്യുക. നമുക്കറിയാം ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്തിനാണ്? 1936 ക്ഷേത്രപ്രവേശന വിളംബരം ഗുരുവായൂരില് താഴ്ന്ന ജാതിക്കാർക്ക് കയറാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വേർഷിപ്പ് നടത്തുന്ന സ്ഥലത്ത് ഒരാൾക്ക് കയറാൻ പറ്റിയില്ല എങ്കിൽ that will be considered as an untouchability offense. Okay. ഇനി രണ്ടാമത്തെ ഒഫൻസ് എന്താണ്? Justifying untouchability on traditional, religious, philosophical or other grounds. അതായത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ അൺടച്ചബിലിറ്റി വന്നാൽ, ട്രഡീഷണൽ ആയിട്ടോ റിലീജിയസ് ആയിട്ടോ ഫിലോസഫിക്കൽ ആയിട്ടോ ഏതെങ്കിലും ഗ്രൗണ്ടിൽ ഒരു അൺടച്ചബിലിറ്റി ഫീൽ ചെയ്താൽ, ഡിനൈങ് ആക്സസ് ടു എനി ഷോപ്പ്, ഹോട്ടൽ, അത് നമ്മൾ കഴിഞ്ഞ ദിവസവും ആർട്ടിക്കിൾ 15 പറഞ്ഞതാണ്. ഏതെങ്കിലും ഒരു കടയിലോ ഒരു ഹോട്ടലിലോ ഒരു റെസ്റ്റോറന്റിലോ ഒരു എന്റർടൈൻമെന്റ് പ്ലേസിലോ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലോ എവിടെയെങ്കിലും പോവാൻ ഡിനേ ചെയ്താൽ, insulting a person belong to scheduled caste on the ground of untouchability. ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെടുന്ന ഒരാളെ അയാളെ ഇൻസൾട്ട് ചെയ്യുന്നു അൺടച്ചബിലിറ്റിയുടെ പേരിൽ. അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞോ, അദ്ദേഹത്തിന്റെ നിറം പറഞ്ഞോ, അദ്ദേഹത്തിന്റെ എക്കണോമിക് സിറ്റുവേഷൻ പറഞ്ഞോ അദ്ദേഹത്തെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുകയാണ് എങ്കിൽ that will be considered as an untouchability. Then refusing to admit persons in hospital, educational institution, hostels established for public benefit.
വീണ്ടും നമ്മളൊരു ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നിലനിന്നിരുന്ന കാര്യങ്ങളാണ്. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്യപ്പെട്ടാൽ, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ കൊടുക്കാതിരുന്നാൽ, ഒരു ഹോസ്റ്റലിൽ അഡ്മിറ്റ് ചെയ്യാതിരുന്നാൽ, ഇതിനെയെല്ലാം നമുക്ക് അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്കി കണക്കാക്കാം. ഡയറക്റ്റ് ആയിട്ട് അൺടച്ചബിലിറ്റി ഇഷ്യൂസ് ഉണ്ടായാൽ, ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി, ചില സാധനങ്ങൾ വിൽക്കില്ല ചില ആളുകൾക്ക്, അവർക്ക് ചില സർവീസസ് കൊടുക്കില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മൾ അൺടച്ചബിലിറ്റിയുടെ പേര് പറഞ്ഞ ഒരു താഴ്ന്ന ജാതി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പണ്ടുണ്ടായിരുന്നപ്പോ, ഒരാളുടെ വീട്ടിൽ പോയി എന്തെങ്കിലും ഒരു സർവീസ് ചെയ്ത് കൊടുക്കണം, ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ പ്ലംബിംഗ്, ഇങ്ങനെയുള്ള സർവീസുകൾ ചെയ്യാൻ അങ്ങനെയുള്ള ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ വീട്ടിൽ പോകില്ല എന്നൊരാൾ പറയുകയാണ്. ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എൻ അൺടച്ചബിലിറ്റി ഓഫൻസ്. അപ്പൊ ഈ ഒരു 7 ഒഫൻസസ് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. നമ്മൾ ആരെങ്കിലും ഒരാൾ ഇതിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയാൽ, we should understand these are the offenses under the Untouchability Offences Act 1955. Protection of Civil Rights Act എന്ന പേര് ലഭിച്ച 1955 ആക്ട് അനുസരിച്ച് ഈ 7 കാര്യങ്ങളും ഒഫൻസസ് ആണ്. ഈ ഒഫൻസസ് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഈ ഒഫൻസസ് ശിക്ഷാർഹമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? കോടതിയെ സമീപിക്കാം. ഇതാണ് അതിൽ അറിയേണ്ടത്. ഇപ്പോ ഇതിന്റെ ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് 2 years ആക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ 6 months ആയിരുന്നു, അതിപ്പോ 2 years. ഇപ്പൊ ആർട്ടിക്കിൾ 17 സ്റ്റുഡൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിയേണ്ടത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ് ആർട്ടിക്കിൾ 17. അതുമായി റിലേറ്റ് ചെയ്ത ആക്ട് ആണ് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955. ആ ആക്ടിൽ ഏതൊക്കെയാണ് ഒഫൻസസ് എന്ന് പറയുന്നുണ്ട്. ആ ഒഫൻസസ് 7 എണ്ണവും അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 8. ആർട്ടിക്കിൾ 18 പറയുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, മഹാരാജ, രാജ് ബഹദൂർ, റായി സാഹബ്, ദിവാൻ ബഹദൂർ, ഇങ്ങനെയൊക്കെയുള്ള പഴയ ഹെറിഡിറ്ററി ടൈറ്റിൽസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മഹാരാജ റാണ പ്രതാപ്, രാജ് ബഹദൂർ സിംഗ്, റായ് ബഹാദൂർ എന്നൊക്കെ പറഞ്ഞ പല പല പേരുകൾ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം പേരുകൾ, ഇത്തരം ടൈറ്റിൽസ് ഇവയെല്ലാം ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആർട്ടിക്കിൾ 18 പ്രകാരം. അതായത് മിലിറ്ററി അല്ലെങ്കിൽ അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻ അല്ലാതെ, ഫോർ എക്സാമ്പിൾ മേജർ, കേണൽ, ഇതെല്ലാം മിലിറ്ററി ടൈറ്റിൽസ് ആണ്. അതുപോലെ ഡോക്ടർ, ഇങ്ങനത്തെ അക്കാഡമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽസോ മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽസോ അല്ലാതെ മറ്റൊരു ടൈറ്റിലും പാടില്ല. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ സിറ്റിസൺ പുറത്തൊരു രാജ്യത്ത് നിന്ന് ഒരു ടൈറ്റിൽ വാങ്ങാൻ പാടില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഒരു ഫോറിനർ ഇന്ത്യയിലെ ഏതെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യുന്നു എങ്കിൽ, ഫോറിൻ കൺട്രിയിൽ നിന്ന് ഒരു ടൈറ്റിൽ വാങ്ങുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൺസെന്റ് ഇല്ലാതെ വാങ്ങാൻ പാടില്ല. ഇന്ത്യൻ സിറ്റിസണോ ഫോറിനറോ ആരാകട്ടെ, അവർ ഫോറിൻ ഒരു ടൈറ്റിൽ വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പ്രസന്റ് അക്സെപ്റ്റ് ചെയ്യുന്നുവെങ്കിൽ, ഫോർ എക്സാമ്പിൾ മൻമോഹൻ സിംഗ് got some award from other country, that will be considered as a present. അപ്പൊ അങ്ങനെ ഒരു കാര്യം, മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ഗവർണർ ആയിരിക്കുന്ന ഒരാൾ, അയാൾക്ക് പുറത്തൊരു രാജ്യത്ത് നിന്ന് ഒരു അവാർഡ് ലഭിക്കുന്നു, അത് വാങ്ങണമെങ്കിൽ he has to take consent from the president. പക്ഷെ ഇന്ത്യൻ സിറ്റിസൺ ഒരിക്കലും ഫോറിൻ സ്റ്റേറ്റിൽ നിന്ന് ഒരു ടൈറ്റിൽ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല.
പക്ഷെ ഒരു ഫോറിനർ ഇന്ത്യയിലുണ്ട്, അയാൾ ഇന്ത്യയിൽ ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യാണ്, അയാൾക്ക് ഫോറിൻ കൺട്രിയിൽ നിന്ന് ഒരു ടൈറ്റിൽ വരുവാണെങ്കിൽ ഹി ക്യാൻ അക്സെപ്റ്റ്, ബട്ട് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് പ്രസിഡന്റ്, വിത്ത് ദ കൺസെന്റ് ഓഫ് പ്രസിഡന്റ്. അപ്പൊ എനിവേ നമ്മള് ഇതെല്ലാം അതിന്റെ എക്സ്ട്രാ പ്രൊവിഷൻസ് ആണ്. പക്ഷെ ആർട്ടിക്കിൾ 18 ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഒരു തരത്തിലുള്ള ടൈറ്റിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ, ടൈറ്റിലും നമ്മൾ ക്യാരി ചെയ്യാൻ പാടില്ല. അത് ആളുകളുടെ ഇടയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. പക്ഷേ അവിടെ എക്സെപ്ഷൻ ഉണ്ട്, മിലിറ്ററി ആൻഡ് അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻ. ശരിക്കും പറഞ്ഞാല് 1996 ഒരു ഇഷ്യൂ ഉണ്ടായി. നമുക്കറിയാം നാഷണൽ അവാർഡുകൾ ഭാരത് രത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, ഇതൊന്നും ഒരിക്കലും ഈ ടൈറ്റിൽസ് ഒന്നും നമ്മള് ക്യാരി ഔട്ട് ചെയ്യാൻ പാടില്ല. അത് ഇക്വാലിറ്റിയെ എഗൻസ്റ്റ് ആണ്. അപ്പൊ ആർട്ടിക്കിൾ 18 ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇത്തരം ടൈറ്റിൽസ്. അപ്പൊ ഇതിനു വേണ്ടി ഈ സുപ്രീം കോടതി എന്ത് ചെയ്തു, ഈ നാഷണൽ അവാർഡ്സിനെ അപ്ഹോൾഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കേസ് വന്നു. അപ്പൊ ആർട്ടിക്കിൾ 18 പ്രകാരം ഈ ടൈറ്റിൽസ് എല്ലാം അബോളിഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ അപ്പോ ഇവിടെ നമ്മളെ നാഷണൽ അവാർഡ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. നാഷണൽ അവാർഡ്സ് നമുക്കറിയാം 1954 നാഷണൽ അവാർഡ്സ് കൊടുത്തു തുടങ്ങിയത്. ഭാരതരത്ന മുതലുള്ള നാഷണൽ അവാർഡ്സ് കൊടുത്തു തുടങ്ങിയത് 1954 പക്ഷെ 1977, 78, 79 ആ ഒരു ഇയറുകളിൽ നാഷണൽ അവാർഡ് ഇല്ലായിരുന്നു. കാരണം നമ്മുടെ ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി വന്നപ്പോൾ നാഷണൽ അവാർഡ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ ഇല്ലായിരുന്നു. പിന്നെ 1980 വീണ്ടും ഇന്ദിരാഗാന്ധി വന്നപ്പോൾ വീണ്ടും നാഷണൽ അവാർഡ്സ് കൊണ്ടുവന്നു. 1954 ഭാരതരത്ന, പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ പോലുള്ള നാഷണൽ അവാർഡ്സ് വന്നു. അപ്പൊ ഈ നാഷണൽ അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ആർട്ടിക്കിൾ 18 ഒരു എന്താ പറയാ, ഒരു കോൺട്രവേഴ്സി നടക്കാറുണ്ട്. കാരണം ആർട്ടിക്കിൾ 18 പറയുന്നത് ടൈറ്റിൽസ് പാടില്ല എന്നാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് ഈ ആർട്ടിക്കിൾ 18 ഒരു വയലേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ആർട്ടിക്കിൾസ് ആണ് നമുക്ക് റൈറ്റ് ടു ഇക്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഇനി നമുക്ക് റൈറ്റ് ടു ഫ്രീഡം ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ. താങ്ക് യു സോ മച്ച്.